ഇപ്പോൾ പറയപ്പെട്ട വിശദീകരണത്തിൽ നിന്നും വലിയവരോട് ചോദിക്കാൻ പറ്റാത്തതിന്റെ പേരിലാണ്, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലുതായിരിക്കെ മരണപ്പെട്ടുപോയി എന്ന കാരണം കൊണ്ട് ചോദിക്കാൻ പറ്റാതെ വന്നു എന്നതിന്റെ പേരിലാണ് അമ്മിലേക്ക് ഉമർ തങ്ങൾ പോയത് എന്ന മുജാഹിദിന്റെ പരാമർശത്തിന് മറുപടി വ്യക്തമായി. പക്ഷെ ഈ ഹദീസിൽ മരണപ്പെട്ടവരോട് സഹായാർത്ഥന തവസ്സുല് പറ്റുമോ എന്നതിന് ഉപയുക്തമായ ഒരു തെളിവ് ലഭിച്ചിട്ടില്ല. അത് മറുപക്ഷം ചോദിക്കുകയാണെങ്കിൽ, അഥവാ മരണപ്പെട്ടു പോയവരോട് തവസ്സുലാക്കാൻ പറ്റിയത് കൊടിയ ശിർക്കാണെന്നാണ് മറുഭാഗം വാദിക്കുന്നത്. അവർ അതിനു പറ്റിയ ഒരു തെളിവ് അവർ ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും സുന്നിപക്ഷത്ത് നിന്ന് പറയാൻ ഉണ്ടാകുന്ന മറുപടി? ചോദ്യത്തിലുള്ളത് മരണശേഷം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപിക്കുക, മരണശേഷവും അവിടത്തോട് തവസ്സുൽ നടത്തുക. തവസ്സുലിന്റെ വ്യാഖ്യാനങ്ങൾ മുഴുവൻ അവർ പറഞ്ഞു വന്നത്, തവസ്സുൽ എന്ന് പറഞ്ഞാൽ ഒരാളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്യുക എന്നുള്ളതാണ്. വഹാബികൾ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് അതിന് അതൊരു വലിയ അപകടത്തിലേക്ക് ചെന്നെത്തും എന്നുള്ളത് അവർ ചിന്തിച്ചിട്ടില്ല. അതിൽ അവർ വിശദീകരിച്ചുകൊണ്ട് സമൂഹത്തെ സമാധാനിപ്പിക്കുന്നതും അവർ സ്വയം സമാധാനം കൊള്ളുന്നതും ഈ വിശദീകരണത്തിലൂടെയാണ്. തവസ്സുലാക്കുക എന്ന് പറഞ്ഞാൽ ഒരാൾ മറ്റൊരാളെ സമീപിക്കുക, അദ്ദേഹത്തോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെടുക, അദ്ദേഹത്തോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുക. ഇതാണ് തവസ്സുൽ എന്നാണ് അവർ വിശദീകരിക്കുന്നത്. ഈ തവസ്സുൽ മഹാന്മാരോട് പറ്റില്ല, അത് മരണപ്പെട്ട ശേഷം ഒരിക്കലും പറ്റില്ല. ഇത് ശിർക്കാണ് എന്ന് പറഞ്ഞതിന് ഒരിക്കലും അവരുടെ കയ്യിൽ ഒരു ന്യായവും ഇല്ല, ഒരു രേഖയുമില്ല. അത് ശിർക്കല്ല എന്നതിന് പ്രത്യേകം നമുക്കൊരു രേഖയുടെ ആവശ്യവും ഇല്ല. ഇതാണ് കറക്റ്റ്. ഇനി വല്ല സംഭവം ഉണ്ടോ? സംഗതി ഓക്കെ. ശിർക്കാണെന്ന് ആരോപിച്ചത് ആരാണോ അദ്ദേഹമാണ് തെളിവ് പറയേണ്ടത്. ശിർക്കാണെന്ന് ആരോപിക്കപ്പെട്ട ആളോട് ഒന്നും ചോദിക്കുന്നതിൽ അർത്ഥമില്ല. ഞാൻ ചെയ്തത് ഒരു പ്രവർത്തനം ഒരാൾ ചെയ്താൽ ഇത് ശിർക്കാന്ന് ഒരാൾ പറഞ്ഞാൽ അദ്ദേഹമാണ് തെളിവ് കൊണ്ടുവരേണ്ടത്. തെളിവ് കൊണ്ടുവരാൻ പറ്റാത്ത കാലത്തോളം ശിർക്കല്ലെന്നാണ് സംഗതി മനസ്സിലാക്കപ്പെടേണ്ടത്. ശരി, അതൊക്കെ ശരി. പക്ഷേ വല്ല സംഭവം ഉണ്ടോ? അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? ഇതാണ് വഹാബികളുടെ ചോദ്യം. ഞങ്ങൾ ചോദിച്ചത്, നിങ്ങൾക്ക് ഇതിന് മാതൃക പറയാൻ പറ്റിയ ഒരു സംഭവം കഴിഞ്ഞു പോയിട്ടുണ്ടോ എന്നുള്ളതാണ്. അതിന് മറുപടി മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് തന്നെ നടന്നൊരു സംഭവമാണ്. ഇത് ജീവിച്ചിരിക്കുന്ന കാലത്താണ് ഉമർ റളിയല്ലാഹു അൻഹു അബ്ബാസ് തങ്ങളെ സമീപിച്ചതെന്ന് പറഞ്ഞ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മരണശേഷം സമീപിക്കാൻ പറ്റാത്തത് കൊണ്ടാണെന്ന് ചിത്രീകരിച്ച ഒരു വിഭാഗത്തോട് ഇത് തന്നെ പറയലായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതേ ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് തന്നെ മറ്റൊരു സംഭവം ഉണ്ടായി. ഇത് ഉദ്ധരിക്കുന്നത് അവിടുത്തെ ഖാസിൻ ഉമർ എന്ന് വിശേഷിപ്പിക്കുന്ന ഖജനാവ് സൂക്ഷിപ്പുകാരനായ മാലിക് ഉദ്ദാർ എന്ന് പറയുന്ന വലിയ മഹാനാണ് ഈ സംഭവം ഉദ്ധരിക്കുന്നത്. ഇതുപോലെ നടന്ന മറ്റൊരു സംഭവം, മഴയില്ലാതെ വരൾച്ച സംഭവിച്ച ഒരു സമയത്താണ് അബ്ബാസ് തങ്ങളെ സമീപിച്ചതെന്നും ഇത് റസൂലുള്ളാഹി തങ്ങളിൽ നിന്ന് മാറാനുള്ള കാരണമായി അവർ പറയുകയും പറ്റില്ലെന്നതിന് തെളിവ് പറഞ്ഞപ്പോഴും നമ്മൾ പറഞ്ഞതെന്താ? അല്ല, അവിടത്തെ സമീപിക്കുന്നതിനൊന്നും ഇതെതിരല്ല. എന്നാൽ ഇതുപോലെ നടന്ന മറ്റൊരു വരൾച്ചയുടെ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിങ്കൽ ചെന്നുകൊണ്ട് സ്വഹാബിയാണെന്ന് പറയപ്പെടുന്ന, ചരിത്രത്തിൽ തർക്കങ്ങൾ പറയുന്നുവെങ്കിലും, ഒരു മനുഷ്യൻ നബി തങ്ങളുടെ ഖബറിലേക്ക് എത്തി. أصاب الناس كحت في زمن عمر رضي الله عنه فجاء رجل إلى قبر النبي صلى الله عليه وسلم فقال استسق لأمتك يا رسول الله എന്ന് നേരെ ഒരു മനുഷ്യൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിങ്കൽ തന്നെ ചെന്നുകൊണ്ട് ഉമർ തങ്ങളുടെ ഭരണകാലത്ത് തന്നെ വരൾച്ച അനുഭവപ്പെട്ട സമയത്ത് ചോദിക്കുകയാണ്. ആ സമയത്ത് ഖബറിങ്കൽ ചെന്ന് ഇസ്തസ്ഖി ലി ഉമ്മത്തിക, അങ്ങയുടെ സമുദായത്തിന് വേണ്ടി അങ്ങ് മഴയ്ക്ക് വേണ്ടി തേടണം നബിയെ എന്ന് ഖബറിലുള്ള നബിയോട് പറയുന്നു. ഇത് പറഞ്ഞ മനുഷ്യൻ തിരിച്ചുപോന്ന് ഉറക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ദർശിച്ചുവെന്നും ആ സ്വപ്നത്തിൽ അവിടുന്ന് ഉമർ തങ്ങളെ സമീപിക്കാൻ വേണ്ടി റസൂലുള്ളാഹി തങ്ങൾ സ്വപ്നത്തിലൂടെ ആവശ്യപ്പെട്ടു, ഉമർ തങ്ങളുടെ അടുത്തേക്ക് പോകണം, എന്നിട്ട് അവിടത്തോട് അലൈക ബിൽ കൈസ് അൽ കൈസ്, ബോധപൂർവം ഹിക്മത്തോടുകൂടി യുക്തിയോടുകൂടി ഭരണം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ഉമർ തങ്ങളോട് പറയണമെന്ന് സ്വപ്നത്തിലൂടെ ഈ മനുഷ്യന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർദ്ദേശം നൽകുകയാണ്.
അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതനുസരിച്ച് ഈ മനുഷ്യൻ ഉമർ റളിയല്ലാഹു അൻഹുവിനെ സമീപിക്കുകയും ഈ സംഭവങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി, മാ ആലു ഇല്ലാ മാ അജസ്തു അൻഹു. എന്റെ പരമാവധി ഭരണരംഗത്ത് ഞാൻ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. എനിക്ക് കഴിയാത്തതല്ലാത്ത ഒന്നും ഞാൻ ഒഴിവാക്കിയിട്ടില്ല എന്നവിടുന്ന് പറഞ്ഞു. അങ്ങനെ അതിനെ കൂടെ നിൽക്കുകയും ദുഃഖത്തോടെ പ്രതികരിക്കുകയും ചെയ്യുകയായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു ചെയ്തത്. ഖബറിൽ പോയി ഇസ്തസ്ഖിനി ഉമ്മത്തിക എന്ന് പറഞ്ഞ ആൾ ഉമർ റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ചു. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് സ്വപ്നത്തിൽ കണ്ട വിഷയങ്ങളെല്ലാം കൂടി അവതരിപ്പിച്ചിട്ടും അവിടെ നിന്നൊന്നും പ്രതികരിച്ചില്ല. ദുഃഖത്തോടെ ആ വിഷയത്തെ ഏറ്റെടുക്കുകയും ഞാൻ പരമാവധി ഭരണം ശ്രദ്ധിക്കുന്നുണ്ട്, എന്നെ കൊണ്ട് പറ്റാത്തതേ കഴിയാത്തതേ ഞാൻ ചെയ്യാതിരുന്നിട്ടുള്ളൂ എന്നാണ് പ്രതികരിച്ചത്. മാത്രമല്ല ആ മനുഷ്യൻ ചെന്നപ്പോൾ പറഞ്ഞിരുന്നു, ഫഅഖ്ബിറുഹും ബിഅന്നഹും മുസ്ലിമൂൻ. അവരോട് പറയണം നിങ്ങൾക്ക് മഴ ലഭിക്കും എന്ന് പറയണമെന്നും സ്വപ്നത്തിൽ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിരുന്നു. അതും ഉമർ തങ്ങളോട് ഇവിടെ നിന്ന് ഈ മനുഷ്യൻ ചെന്ന് പറയുകയുണ്ടായി. ഇതെല്ലാം കഴിഞ്ഞു ഈ മനുഷ്യൻ തിരിച്ചു പോയപ്പോൾ അവിടെ മഴ പെയ്തു എന്നും അവതരിപ്പിക്കുന്നത്, ഈ സംഭവം ഉദ്ധരിക്കുന്നത് ഹാസിൻ ഉമർ എന്ന് വിശേഷിപ്പിക്കുന്ന മാലിക്കുദ്ദാർ എന്ന് പറയുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വിശ്വസ്തനായ സൂക്ഷിപ്പുകാരനായിരുന്നു. ആ മാലിക്കുദ്ദാർ മുതൽ ഈ സംഭവം ഉദ്ധരിക്കുന്ന ഓരോ റാവികളെ കുറിച്ചും പഠനം നടത്തിയ ശേഷം മഹാന്മാർ എഴുതി വെക്കുന്നു, ഈ പരമ്പര സ്വഹീഹായ പരമ്പരയാണ്, വിശ്വസ്തരിലൂടെ വന്ന ചരിത്രമാണ്, നിഷേധിക്കാൻ പറ്റില്ല. ഇബ്നു കസീറിനെ പോലത്തെ ആളുകൾ ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. ബിദായ വന്നിഹായ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, വലിയ വലിയ മഹാന്മാർ ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. എത്രയോ ഇമാമിയങ്ങൾ ഇതിനെക്കുറിച്ച് ചർച്ച നടത്തിയിട്ടുണ്ട്. ഇവിടെ എന്താ സംഭവിച്ചത്? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് വരൾച്ച സംഭവിക്കുകയും അക്കാലത്ത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിലേക്ക് ഒരു മനുഷ്യൻ ചെന്നുകൊണ്ട് ഇസ്തസ്ഖി ഉമ്മത്തിക എന്ന് നബി തങ്ങളോട് നേരിട്ട് അല്ലാഹുവിനോട് മഴയെ തേടാൻ വേണ്ടി ഖബറിങ്കിൽ ചെന്നുകൊണ്ട് മരണശേഷം അവതരിപ്പിച്ചത് ഉമർ റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ചാണ് ഈ മനുഷ്യൻ അവതരിപ്പിക്കുന്നത്. സ്വഹാബിയാണോ പോയത്, സാധാരണക്കാരനായോ പോയത്, ആരാ പോയത് എന്നത് ചർച്ച ചെയ്ത് സമയം കളയണ്ട. ഈ സംഭവം അവതരിപ്പിക്കുന്നത് ഉമർ തങ്ങളോടാണ്. ഇതാണ് നമ്മുടെ ഗൗരവത്തോടുകൂടി നമ്മൾ ചിന്തിക്കേണ്ടത്. അവതരിപ്പിക്കപ്പെട്ട സംഭവം അതൊക്കെ വെറുതെ പറയുന്നതാണെന്നാണ് വഹാബികൾ പറയുന്നത്. ഇതെല്ലാം അവിടെ ഉമർ തങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല. ശരി, സംഭവിച്ചത് ഇങ്ങനെ ശിർക്കും കാര്യങ്ങളും ആണെങ്കിൽ മഴ പെയ്തു എന്നുള്ളത് ഏതായാലും സ്വപ്നമല്ലല്ലോ. മഴ പെയ്തു എന്നത് സംഭവം നടന്നതാണല്ലോ. ഒരു രാജ്യം മുഴുവനും അനുഭവിച്ച സത്യമല്ലേ. വരൾച്ച ഉണ്ടായതും മഴ പെയ്തതും അവതരിപ്പിക്കുന്നത് ആരാണ്? പോയ ആളല്ല, മറിച്ച് ഹാസിൻ ഉമറാകുന്ന മാലിക്കുദ്ദാർ എന്ന് പറയുന്ന മഹാനാണ്. അപ്പൊ ഈ വിഷയം അന്ന് മുതൽ ഇന്ന് വരെ ഉദ്ധരിച്ച മുഴുവൻ ആളുകളും ഈ വിഷയം സമ്മതിച്ചിട്ടുണ്ട്. ഇത്ര വ്യക്തമായി പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന്റെ ശേഷം നബി തങ്ങളുടെ ഖബറിങ്കൽ തന്നെ ചെന്നുകൊണ്ട് ഇസ്തസ്ഖിലി ഉമ്മത്തിക എന്ന് പ്രയോഗിച്ച് അങ്ങനെ തന്നെ തവസ്സുൽ നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് വളരെ ശക്തമായി ഇത് അവതരിപ്പിക്കാനുള്ള അവസരം ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നത്. ഇത് മുൻകൂട്ടി കണ്ടതുകൊണ്ടാണ് അവരോട് രക്ഷപ്പെടാൻ ശ്രമിച്ചത്.